നമസ്കാരം. പാക് അധിനിവേശ കാശ്മീർ കത്തുകയാണ്. ആ തീ കാട്ടുതീ പോലെ ആളിപ്പടരുകയാണ്. പാകിസ്ഥാൻ ഭരണത്തിന്റെ കീഴിൽ ജനങ്ങൾ വീർപ്പ് മുട്ടി തുടങ്ങി. ഒരു നിമിഷം പോലും അവിടെ ഇനി നിൽക്കാൻ കഴിയാത്ത പോലെ അവർ അസഹിഷ്ണുതയുടെ നെല്ലിപ്പലകൾ. ആ പ്രതിഷേധത്തിന്റെ അഗ്നിയിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ തലയ്ക്കും വാലിനും തീയിടാൻ തയ്യാറായി നിൽക്കുകയാണ് പൊതുജനം. അവർക്ക് ഒരൊറ്റ ആവശ്യമേ ഉള്ളൂ, മോദിയെ പോലെ ഒരു ഭരണാധികാരി. ഒരു ചുമരനപ്പുറവും ഇപ്പുറവും പോലെ ഒരു അതിർത്തിക്കപ്പുറം ഇന്ത്യൻ മണ്ണിനോടൊന്ന് ചേരാൻ കൊതിച്ചു കഴിയുകയാണ് പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ. എന്നാൽ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ നീണ്ട കാലത്തെ സഹനത്തിനു ശേഷമുള്ള സമരം പോലും അടിച്ചമർത്താനും കൊന്നു തിന്നാനും ഒരുങ്ങി നിൽക്കുകയാണ് പാകിസ്ഥാൻ ഭരണകൂടം. പാകിസ്ഥാനിലെ ഷഹബാസ് ഷെരീഫ് സർക്കാരിനെതിരെ പാക് അധിനിവേശ കാശ്മീരിൽ അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. AICയുടെ നേതൃത്വത്തിൽ സമീപകാലത്ത് നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധമാണിതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രക്ഷോഭത്തെ തുടർന്ന് പ്രദേശത്ത് വലിയ രീതിയിൽ പോലീസിനെ വിന്യസിക്കുകയും ഇന്റർനെറ്റ് പോലും വിച്ഛേദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഭരണകൂടം. 70 വർഷത്തിലധികമായി നിഷേധിക്കുന്ന മൗലിക അവകാശങ്ങൾക്ക് വേണ്ടിയാണ് പ്രക്ഷോഭമെന്നാണ് അവാമി ആക്ഷൻ കമ്മിറ്റി നേതാക്കൾ പറയുന്നത്. പ്രതിഷേധം ആദ്യ ചുവട് മാത്രമാണ് എന്നും മറ്റു നീക്കങ്ങൾക്കായി പ്രക്ഷോഭകർ പദ്ധതിയിടുന്നതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാക് അധീന കശ്മീരിലെ മുസഫറാബാദിൽ ഉടലെടുത്ത പ്രക്ഷോഭത്തിൽ വെടിവയ്പ് നടന്നു. അതിൽ 2 പേർ കൊല്ലപ്പെടുകയും 22 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പാക് ആർമിയുടെയും ISI പിന്തുണയുള്ള മുസ്ലിം കോൺഫറൻസിന്റെയും ആളുകളാണ് വെടിയുതിർത്തതെന്ന് വൃത്തങ്ങളെ ഉദ്ധരിച്ച് NDTV റിപ്പോർട്ട് ചെയ്തു. ഒരാൾ അന്തരീക്ഷത്തിലേക്ക് വെടിവെക്കുന്നതിന്റെയും പതാക ഏന്തിയ പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിക്കുകയും മറ്റു ചിലർ കാറിന് മുകളിൽ കയറി പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോ പാക് മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിരുന്നു. പാകിസ്ഥാനിൽ താമസിക്കുന്ന കശ്മീരി അഭയാർത്ഥികൾക്കായി പാക് അധിനിവേശ കശ്മീരിലെ നിയമസഭയിൽ നീക്കിവെച്ച 12 സീറ്റുകൾ നിർത്തലാക്കണം. ഇത് പ്രാദേശിക ഭരണത്തെ ദുർബലപ്പെടുത്തും എന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. പ്രാദേശികമായി പ്രയോജനകരമാകുന്ന ജലവൈദ്യുത പദ്ധതികളെ കുറിച്ച് പുനരാലോചിക്കണമെന്നും അവാമി ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. സിന്ധു നദീജല കരാർ ഇന്ത്യ നിർത്തലാക്കുക കൂടി ചെയ്തതോടെ പാകിസ്ഥാനികളുടെ കുടിവെള്ളവും കൃഷിയും ഒക്കെ നിലച്ചമട്ടാണ്. എന്നാൽ ഇന്ത്യയുമായി സമവായത്തിലെത്തി ഒരു സമാധാന ചർച്ച നടത്താനോ അത് പരിഹരിക്കാനോ പാകിസ്ഥാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, പാകിസ്ഥാന്റെ ഒരു ന്യായവും കേട്ട് പ്രതികാര നടപടികൾ നിർത്തലാക്കാൻ ഇന്ത്യ ഒരുക്കവുമല്ല. എന്നാൽ പാകിസ്ഥാൻ ഭരണകൂടം ഇപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇന്ത്യയെ ദ്രോഹിക്കാനുള്ള പുതിയ പദ്ധതികളിലാണ്. അല്ലാതെ അവിടുത്തെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഭരണകൂടത്തിന് ഉദ്ദേശവുമില്ല, കഴിവുമില്ല എന്നതാണ് വാസ്തവം. വിളകൾ, ധാന്യങ്ങൾ, വൈദ്യുതി ബിൽ എന്നിവയിൽ കൂടുതൽ സബ്സിഡി നടപ്പിലാക്കുക, പതിറ്റാണ്ടുകളായുള്ള രാഷ്ട്രീയ ഒറ്റപ്പെടുത്തലും സാമ്പത്തിക അവഗണനകളും അവസാനിപ്പിക്കുക എന്നിവയാണ് പ്രതിഷേധക്കാർ പ്രധാനമായി ഉന്നയിക്കുന്ന മറ്റാവശ്യങ്ങൾ. മാർക്കറ്റുകളും കടകളും പൂർണ്ണമായും അടച്ച് ഗതാഗതം ഉൾപ്പെടെ സ്തംഭിപ്പിച്ചാണ് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. അക്രമം അതിരുവിട്ടതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാൻ നേതാക്കൾ. മോദിയുടെ ഇന്ത്യയോടുകൂടെ ചേരാൻ സമരാനുകൂലികൾക്ക് സമ്മതമാണ് എന്നുള്ളതിനാൽ തന്നെ അവർ മോദിക്ക് വേണ്ടി കീജയ് വിളിച്ചു തുടങ്ങാൻ ഇനി അധിക താമസമില്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച